അപ്പോ എല്ലാ ബിദ്അത്തുകളും തുടക്കത്തിൽ എന്തായിരുന്നു? ചെറുതായിരുന്നു. ആ ചെറുതാണ്, ഹക്കിനോട് സാമ്യമുണ്ട് എന്നതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു? ആളുകൾ അതിൽ വീണു. ശുബ്ഹത്തുകൾ ഇല്ലാത്ത ഒരു ബിദ്അത്തും കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. ശുബ്ഹത്തുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ബിദ്അത്ത്? മനസ്സിലാണ്? പരസ്യമില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയാൽ എന്തില്ല, അത് ആരും അക്സെപ്റ്റ് ചെയ്യൂല. മറിച്ച് എന്ത് വേണം? അതിന് നല്ല പരസ്യം വേണം, നല്ല പരസ്യം വേണം. ശുബ്ഹത്തുകളില്ലാതെ ഒരു ബിദ്അത്ത് കൊണ്ടുവന്ന ആൾക്കാരെ തിരിഞ്ഞു നോക്കൂല. മനസ്സിലാവുണ്ടോ? ആളുകൾ ആ ബിദ്അത്തിൽ വീഴണമെങ്കിൽ ശുബ്ഹത്ത് വേണം. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിനോട്, ഹക്കിനോട് സാദൃശ്യമുണ്ട്. ആളുകൾക്ക് തോന്നുകയാണ് ഇത് ഹക്ക് പോലെ തന്നെ ഉണ്ടല്ലോ, ഇത് ഹക്ക് പോലെ തന്നെ ഉണ്ടല്ലോ. സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ കാര്യങ്ങളെ അതിന്റെ കേന്ദ്രങ്ങളിലേക്ക് മടക്കുക. നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ചിത്രങ്ങളെ, ഈ രൂപങ്ങളെ, ഈ ആളുകളെ അതിനെന്ത് ചെയ്യുക? ഓരോരുത്തരും അവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് മടക്കുക. എന്നിട്ട് ആ കേന്ദ്രങ്ങളെ പഠിക്കുക. മനസ്സിലാവുന്നു? അൽഹംദുലില്ലാഹ്, നമ്മളുടെ സഹോദരൻ സുഹൈൽ ഹഫളഹുല്ലാഹ്, അദ്ദേഹം എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നുണ്ട്. ബർമക്കികളുടെ സൈറ്റിൽ നിന്നും കേരള ബർമക്കി എന്ത് ചെയ്തത്? മൂസിന്റെ ആള്, മൂസിന്റെ കൂട്ടര് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മൂസിന്റെ നിയാബിന്റെ ആൾക്കാർ എന്ത് ചെയ്യാണ്? ബർമക്കികളുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം. എങ്ങനെ? അവിടെ ഇട്ട അതേ ഓഡിയോ ഇവിടെ ഇട്ട്, അവിടെ പറഞ്ഞ അതേ വർത്താനങ്ങൾ ഇവിടെ ചെറിയ തസറുഫോടുകൂടി, അതായത് കേരളത്തിൽ പറയുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ചൊരു മാറ്റം. ഇവരെ ബർമക്കികൾ പറയുന്ന ഒരു വാദം എന്താണെന്നറിയോ? ഷെയ്ഖ് യഹ്യക്കെതിരെ ജുമാ നിസ്കാരത്തിലെ, ജുമാ ദിവസത്തെ 2 ബാങ്ക് ബിദ്അത്താണെന്ന് ആര് പറഞ്ഞു? ഷെയ്ഖ് യഹ്യ പറഞ്ഞു. അതിവിടെ കേരളത്തിൽ വന്ന് പറഞ്ഞ വല്ല ചെലവാവോ? കേരളത്തിൽ വന്നിട്ട് നമ്മളോട് വന്നിട്ട് പറയാണ്, ഷെയ്ഖ് യഹ്യ എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല, 2 ബാങ്കില്ല, അതിൽ ഒരെണ്ണം ബിദ്അത്താണെന്നാണ് പറയണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ തിരിച്ചു വയ്ക്കാം? അതിപ്പോ ആർക്കറിയാത്തത്? നമ്മളൊക്കെ തന്നെ പറയണമെന്ന് പറയും. അപ്പൊ അവിടെ ചെലവാവാത്ത സാധനങ്ങൾ, ഇവിടെ ചെലവാവാത്ത സാധനങ്ങൾ അത് അവിടെ തന്നെ വെക്കും. മനസ്സിലാവുണ്ടോ? ഇവിടെ ചെലവാവാൻ സാധ്യതയുണ്ട് എന്നതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരും. അതായത് ബർമക്കികൾ എന്ന ആ ബർമക്കികളുടെ ആശയത്തോട് പോലും നീതി പുലർത്താത്തവരാണ്. മനസ്സിലാവുണ്ടോ? ചതിയിൽ വഞ്ചന എന്ന് പറയില്ലേ? ബർമക്കികൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പിഴച്ചോര. ആ പിഴച്ചോരുടെ മര്യാദക്ക് പിഴവ് പോലും എന്ത് ചെയ്യുന്നില്ല? എടുക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പോ ഈ സൈറ്റ് ഷെയ്ഖ് അബൂബിലാൽ ഹഫളഹുള്ളയുടെ ഓഡിയോ വന്ന സൈറ്റ്, അത് എന്തിനു വേണ്ടിയുള്ള സൈറ്റാണെന്ന് അറിയാം? ദലാലാത്തുൽ ഹജൂരി എന്ന് പറഞ്ഞിട്ടാണ്. ദലാലാത്തു അൽ ഹജൂരി. ഹജൂരി ഹഫളഹുല്ലാഹ്, ഷെയ്ഖ് യഹ്യ ഹഫളഹുള്ളയുടെ വഴികേടുകൾ അദ്ദേഹത്തിന്റെ അത്ബാഉകളുടെയും, ഞാനീ പറഞ്ഞ ഷെയ്ഖ് യഹ്യ എന്നും അതുപോലെ തന്നെ അദ്ദേഹം എന്നൊക്കെ ആണെങ്കിൽ അവരങ്ങനെയല്ല പറയുന്നത് മാത്രം. അപ്പോ ഹജൂരിയുടെയും പിൻഗാമികളുടെയും വഴികേടുകൾ, ദലാലാത്തുകൾ എന്ന് പറഞ്ഞ സൈറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ്, ചാനലാണ്. ഇതിൽ എല്ലാ കൂട്ടരും ഉണ്ടാവും. ഇതിൽ കേരള ബർമക്കികളുണ്ടാവും, ഇതിൽ എന്തുണ്ടാവും? മുഹമ്മദ് ഇമാമിന്റെ ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹാദി എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അവരാൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഫിർക്കോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അവരാൾക്കാരുണ്ടാവും. അതുപോലെ സെനഗര എന്ന് പറഞ്ഞിട്ട് വേറൊരു ചങ്ങായുണ്ട്, ആ ആൾക്കാരുണ്ടാവും. ഷെയ്ഖ് റബീന്റെ ആൾക്കാർ അത് വേറെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ എന്തുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട് ആ ചാനലിൽ. നമ്മൾ നോക്കുമ്പോ എത്രയാണ്? 6000 ആൾക്കാരുണ്ട്. ഒന്നാമത് എന്താണ്? ബലാലത്തിന് ആളുകൾ കൂടുതൽ, വേറെ വിഷയം പോട്ടെ. നമ്മൾ നോക്കുമ്പോൾ 6000 ആൾക്കാരുണ്ട്. വലിയ ചാനൽ തന്നെ, വലിയ ദഅവത്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് യഹ്യനെ കീറി മുറിച്ച് കുത്തിക്കൊന്ന് കടലിലിടാണ് ചെയ്യുന്നതെന്നാണ് എന്ത് ചെയ്യുക? ഇവരിൽപ്പെട്ട ആൾക്കാരൊക്കെ ഷെയ്ഖ് യഹ്യ തീർന്നു, ഷെയ്ഖ് യഹ്യ തീർന്നു, ഇനിയില്ല. ഇതൊക്കെ ചാനലൊക്കെ കാണുമ്പോൾ സംഭവം എന്താണ്? ഈ 6000-ൽ ചിലപ്പോ 1000 കഷ്ണം ഉണ്ടാവും, ഓരോ കഷ്ണത്തിലും 6 ഉണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ട്? ഇതൊരു മുബാലഗത്തിന് വേണ്ടി പറഞ്ഞാണ്. ചിലപ്പോ പല കഷ്ണങ്ങളായിട്ട് അതിലെ പല കൂട്ടരെന്താണ്? ഇവർക്കൊക്കെ വേണ്ടതെന്നാണ് ഷെയ്ഖ് യഹ്യന്റെ അർത്ഥ്യം. ഇവർക്കൊക്കെ വേണ്ട എന്താണ്? ഷെയ്ഖ് യഹ്യന്റെ അർത്ഥ്യാണ്. അപ്പൊ എന്താണ്? അതിനിപ്പോ ഏത് ആശയായാലും പിന്നെ നമ്മൾ ആലമ്പാടി തന്നെയാണ് എന്ത് ചെയ്യുക? ബീഫ് വാങ്ങിക്കാൻ പോവാ. അതിനെന്തില്ല. അപ്പൊ ഇറച്ചിക്ക് ഈ ചാനലിൽ പോണം. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്ന് എടുത്തിട്ട് ഷെയ്ഖ് യഹ്യന്റെ തൊല്ലാബുകൾ ഇറച്ചി അവിടെ നിന്ന് കിട്ടും, ഈ ചാനലിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ ചാനലിൽ എല്ലാവരും പോയിട്ട് അവിടെ കിട്ടും. ഇതേ ചാനലിലുള്ള ആളുകൾ എന്താണ്? ഖുലൂബുഹും ശത്താ, ഖുലൂബുഹും
ശത്ത, അവരുടെ ഹൃദയങ്ങൾ പല കഷ്ണങ്ങളാണ്. അപ്പോ ഒരിക്കലും ചെറിയ ബിദ്അത്തുകളെ നമ്മൾ നിസ്സാരമാക്കി കാണരുത്. നമ്മൾക്ക് കുറച്ചാൾ മുമ്പ് വരെ ഇവരെ ബിദ്അത്തുകൾ എന്താന്ന് നോക്കുമ്പോ ഇതൊക്കെ ബിദ്അത്താ. ആൾക്കാർ ചോദിക്കുകയാണെന്ത്, ഇവര് എന്ത് ചെയ്യുന്നു, ഇവര് ഇന്ന ഖായിദ ഉണ്ടാക്കി, ഇതൊക്കെ ബിദ്അത്താ. കിട്ടും, എനിക്കാഗ്രഹം ഇതൊക്കെ ബിദ്അത്താണോ എന്നാണ് ചോദിക്കുക. കാരണം അത് ബിദ്അത്തായിട്ട് തോന്നണില്ല, അത്ര കുഞ്ഞാണ്, അത്ര ചെറുതാണ്. ഹഖായിട്ടാണെങ്കിൽ നല്ല സാദൃശ്യമുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള സാധനങ്ങളെ, അങ്ങനെയുള്ള ബിദ്അത്തുകളെ അതിനെ തിരിച്ചറിയുന്ന ഉലമാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ഉലമാക്കൾ അൽഹംദുലില്ലാഹ് ഉണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഇഴകീറി കീറി മുറിച്ച് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരിക്കലും എന്ത് പറയരുത്, ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലാ തതസാഹൽ ബിശൈഇൻ മിനൽ ബിദ്അത്തി വലൗ കാന സഗീറൻ. നീ ഒരിക്കലും ബിദ്അത്തിനെ കുറിച്ച് ലാഘവത്തോടെ കാണരുത്, അത് ചെറുതാണെങ്കിൽ. ഫഇന്നഹു യക്ബുർ, അത് വലുതാവും. അതെന്താവും? വലുതാവും. വയൻദാഫു ഇലൈഹി ഗൈറുഹു. ഇനി ആ ബിദ്അത്തും നിൽക്കൂലത്. ആ ബിദ്അത്ത് വലുതാകല് മാത്രമല്ല, വയൻദാഫു ഇലൈഹി ഗൈറുഹു, വേറെ ബിദ്അത്തുകൾ അതിന്റെ കൂടെ കൂടും. വേറെ ബിദ്അത്തുകള് അതിന്റെ കൂടെ കൂടും. അത് ബിദ്അത്തുകാർക്കുള്ള ശിക്ഷയാണ്. എന്ത്? അവനൊരു വഴിക്ക് തിരിഞ്ഞാൽ അല്ലാഹു അവനെ തിരിച്ചളയുന്നുള്ളത്. ഫലമ്മാ സാഗു അസാഗ അല്ലാഹു ഖുലൂബഹും. അവർ തിരിഞ്ഞപ്പോ, അവർ പിഴച്ചപ്പോ അല്ലാഹു പിഴപ്പിച്ചു. പിന്നെ അവർക്ക് മനസ്സിലാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയങ്ങൾ എന്താണ്? ഒരു വെളുത്ത സാധനമാണ്. അതിലേക്ക് ഒരു കുത്തു വീണാൽ അങ്ങനെ കുത്തുകൾ അധികരിച്ചാൽ എന്താവും? കറുത്ത സാധനവും. പിന്നെ എന്താവില്ല, ലാ യഅരിഫു മുൻകറൻ വലാ യുൻകിറു മുൻകറൻ വലാ യഅരിഫു മഅറൂഫൻ. ഒരു മുൻകർ വന്നാൽ അതിനെ എതിർക്കൂല, ഒരു മഅറൂഫ് വന്നാൽ നന്മ വന്നാൽ അത് തിരിച്ചറിയൂല. ആ കോലത്തിലായിട്ട് അത് ശിക്ഷയാണ്. അപ്പോ അവൻ പറയരുത്, ഇത് ചെറുതല്ലേ, ഇത് കുഴപ്പമില്ല, ഇത് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാകില്ല, അതങ്ങനെ സൈഡിൽ കൂടെ പോയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം പറയാണ്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു തീപ്പൊരി പോലെയാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീപ്പൊരി പോലെയാണ്. അതെന്ത് ചെയ്യും? നമ്മളതിനെ അവിടെ വെറുതെ വിട്ടാൽ ചിലപ്പോ വീട് മുഴുവൻ കത്തിപ്പോയി. അപ്പോ ഒരു ചെറിയ ഒരു കനല് താഴത്ത് കിടക്കുന്നുണ്ട്, പുല്ലിന്റെ ഇടയിലാണ്. നമ്മളെന്ത് ചെയ്യാണ്? കനലല്ലേ, അതെന്ത് ചെയ്യാനാണ്? ഒന്നും നടക്കൂല. നമ്മൾ നേരെ തിരിച്ചു പോയി പിറ്റേ ദിവസം ആ പ്രദേശം കത്തി വെച്ചിട്ടുണ്ടാവും. ആരാണ് കുറ്റക്കാരൻ? ഇത് കണ്ടിട്ട് അണക്കാതിരുന്ന ഞാനും നിങ്ങളാണ് കുറ്റക്കാരൻ. ചെറുതല്ലേ എന്ന് പറഞ്ഞു വിട്ട നമ്മളാണ് കുറ്റക്കാർ. മറിച്ച് അതിനെ എതിർക്കണം, കെടുത്തണം. അതിനെ കെടുത്തണം, തല്ലി കെടുത്തണം. ഒരു നാട് വേണത് കത്തിച്ചളയും. അതിനാൽ ഒരിക്കലും അതിനെ ചെറുതായി കാണരുത്. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ولا يعصم من البدع بعد الله جل وعلا إلا العلم النافع. أما الذي ليس عنده علم فهذا ينجرف مع البدع ويظنها طيبة لأنه لا يدري عن البدع. അദ്ദേഹം ശൈഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ബിദ്അത്തുകളിൽ നിന്ന് അല്ലാഹുവിനെ കഴിഞ്ഞാൽ ഇൽമു ശർഈയെ പോലെ, ഇൽമു നാഫിഅനെ പോലെ വേറൊന്നും നമ്മളെ രക്ഷിക്കാനില്ല. അല്ലാഹു നമ്മളെ രക്ഷിക്കൽ ആണ്, അതാണ് ഏറ്റവും മെയിൻ. പിന്നെ നമ്മളെ രക്ഷിക്കാനുള്ള സബബ് എന്താണ്? ഇൽമു നാഫിഅ. അമ്മല്ലദി ലൈസ ഇൻദഹു ഇൽമുൻ, എന്നാൽ ഇൽമില്ലാത്തവൻ, ഫഹാദാ യൻജരിഫു മഅൽ ബിദ്അ, അവൻ എന്ത് ചെയ്യും? ബിദ്അത്തിന്റെ കൂടെ അങ്ങനെ പോകും. വയظنها طيبة, അവൻ കരുതുന്നതാണ് നല്ലതാണ്, അവൻ കരുതുന്നത് നല്ലതാണെന്ന്. ഹുദൂഉം, ശാന്തതയും സക്കീനത്തും, കുറ്റം പറയുകയില്ല. അതുപോലെ തന്നെ ആരായിട്ടും ദേഷ്യമില്ല, വഴക്കിനുമില്ല, വക്കാണത്തിനുമില്ല, നല്ല കാര്യം. ഉസ്താദിന്റെ പ്രസംഗങ്ങൾ എന്താണ്? ആരെ ഒന്നും പറയാത്ത നല്ല പ്രസംഗങ്ങളാണ് എന്ന് പറഞ്ഞ ആൾക്കാർ സോപ്പിടാനുണ്ടാവും. അപ്പൊ എന്താണ്? ആളുകൾ എന്ത് വിചാരിക്കും? വയظنها طيبة. ലിഅന്നഹു, എന്താണ് പ്രശ്നം? ലാ യദ്രി അനിൽ ബിദ്അ, അവനക്ക് എന്തറിയില്ല? ബിദ്അത്തുകളെ കുറിച്ച് അറിയില്ല. അവനക്ക് എന്തറിയില്ല? ബിദ്അത്തുകളെ കുറിച്ച് അറിയില്ല. ഇവിടെയാണ്
ഇവിടെയാണ് റദ്ദുകൾ വായിക്കേണ്ടതിന്റെ പ്രാധാന്യം. ഈ ബർമക്കികളുടെ വലിയൊരു പ്രശ്നമാണ് എന്ത്? റദ്ദുകൾ വായിക്കാൻ അവർ താല്പര്യപ്പെടില്ല. റദ്ദുകൾ വായിക്കൽ എന്താണ്? അത് സമയം കളയലാണ്. റദ്ദുകൾ വായിക്കല് സമയം കളയലായിട്ടാണ് അവർ കരുതുന്നത്. എന്നാൽ റദ്ദുകൾ വായിച്ചാലേ ബിദ്അത്തുകളെ കുറിച്ച് അവനക്ക് തിരിച്ചറിയൂ. അല്ലാതെ അവന് പിന്നെ വഹി എന്തായാലും ലഭിക്കൂല. അവനക്ക് എന്ത് ചെയ്യില്ല? വഹി ലഭിക്കാനില്ല. ആകാശത്ത് നിന്ന് വഹി ലഭിക്കാനില്ല. അപ്പൊ ബിദ്അത്തുകളെ കുറിച്ച് ഒരുത്തനക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? റദ്ദുകൾ വായിക്കണം. ഉലമാക്കളുടെ റദ്ദുകൾ വായിക്കണം. അപ്പോ അതാകുന്നു, ഈ ഇൽമാകുന്നു അവനെ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞത് അറഫ്തു ശർറ ലാ ലിശർ, ഞാൻ ഷർ അറിഞ്ഞത് ഷെറിന് വേണ്ടിയല്ല, ലാകിൻ ലിതവഖി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മളുടെ മുൻഗാമികൾ ഇബ്നുൽ അർത്തഅ എന്ന് പറയുന്ന ഒരു ഇമാം, അദ്ദേഹത്തിന്റെ അടുക്കൽ ചോദിക്കപ്പെട്ടു, ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം അഹ്ലുസുന്നയുമായി ഇങ്ങനെ നടക്കുന്ന ആളാണ്, അഹ്ലുസുന്നന്റെ കൂടെ തന്നെയാണ് നടക്കുക, യുഖാലിതു അഹ്ലസുന്ന, അഹ്ലുസുന്നയോട് കൂടെയാണ്. പക്ഷെ എന്താണ്? ബിദ്അത്തിന്റെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞാൽ ലാ തദ്കുറുഹും, അവരെ കുറിച്ച് നിങ്ങൾ പറയണം, അവരെ കുറിച്ച് നിങ്ങൾ പറയണം. ദഊനാ മിൻ ഹാദി, ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടും, ഈ സമയങ്ങളിൽ നിന്ന് ഈ ചവറ് വർത്താനത്തിന് നമ്മളെ വിടുക എന്നുള്ള നിലയ്ക്ക് ഭയങ്കര കേൾക്കുമ്പോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തു വലിയ ആലിമാണ്, ഉസൂലുകൾ അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലത കണ്ടോ? ഇന്ന് സ്വാലിഹ് അൽ ഉസൈമി എന്ന് പറയുന്ന സൗദിയിലെ കിബാറുൽ ഉലമയിൽ ഉണ്ടായിരുന്ന ആള് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ അതായത് കിബാറുൽ ഉലമയിൽ നിന്ന് ആളെ പുറത്താക്കി. അപ്പൊ അയാളുടെ ഒരു വർത്താനത്തിൽപ്പെട്ടതാണ് എന്ത്? എന്നോട് ആളുകളെ കുറിച്ച് നിങ്ങൾ ചോദിക്കണ്ട, ആളുകളെ കുറിച്ച് നിങ്ങൾ ചോദിക്കണ്ട, ആളുകളെ കുറിച്ച് ഞാൻ പറയില്ല. മറിച്ച് എന്താണ്? ശവാൻ തസ്രീഹൻ ഔ തൽമീഹൻ, നിങ്ങൾ ഇനി ആൾക്കാരെ കുറിച്ച് എന്ത് ചോദിക്കണ്ട, നമുക്കിപ്പോ ഒരാളെ കുറിച്ച് ചോദിക്കണം. അപ്പൊ നേരെ ഇപ്പോ മുഹമ്മദിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ ഒരു മടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞ ആളുടെ അവസ്ഥ എന്താണ്? അപ്പൊ എന്താണ് സംഭവം? ആരാണ് ഉദ്ദേശിച്ചത്? കറക്റ്റ് ആ വാക്ക് അത് വെച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയാം മുഹമ്മദിനെ കുറിച്ചാണെന്ന്, അല്ലെങ്കിൽ അബ്ദുറഹ്മാനെ കുറിച്ചാണെന്ന്. നിങ്ങൾ എന്നോട് നേരെ പേര് ചോദിക്കണ്ട, വളഞ്ഞിട്ടും ചോദിക്കണ്ട. മനസ്സിലാവുണ്ടോ? എന്താണ്? സ്വാലിഹ് അൽ ഉസൈമീൻ അല്ല, മറിച്ച് ഉസൈമി, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ അയാൾ പറയാണ് എന്നോട് ചോദിക്കരുതേന്ന്. പിന്നെന്താണ്? കലാമുകളെ കുറിച്ച് ചോദിച്ചോ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. സംസാരങ്ങളെ കുറിച്ച് ചോദിച്ചോ, ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് അദ്ദേഹം പറയാണ്? റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇത് അവരിൽപ്പെട്ടവനാണ്, ഇവനും അവരിൽപ്പെട്ടവനാണ്. ആളുകളെ കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ അവരിൽപ്പെട്ടവനാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ഇങ്ങനെ പറയാതിരിക്കൽ എന്താണ്? ഇത് ബിദ്അത്തുകാരുടെ ലക്ഷണമാണ്. നമ്മളുടെ ഇമാമിങ്ങളുടെ കയ്യിലാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെ പറയുമായിരുന്നു അതേപോലെ നമ്മളും പറയണം. നമ്മളുടെ ഇമാമിങ്ങളോട് ചോദിച്ചു, എന്ത്? ഒരാൾ പറയുന്നു ബിദ്അത്തുകാരെ കുറിച്ച് എന്റെ അടുത്ത് പറയണ്ട, ആളുകളെ സ്മരിക്കണ്ട, പറയണ്ട, ആ വിഷയങ്ങൾ ഒഴിവാക്കി, നമുക്കെന്തുണ്ട് കുറെ പഠിക്കാനുണ്ട്, മറ്റേതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രൂപത്തിലാണെങ്കിൽ ഇമാമിങ്ങൾ പറഞ്ഞു, അല്ല, അവനെന്താണ്? അവൻ അവരുടെ കൂട്ടത്തിലാണ്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാനുള്ളത്? അല്ല, അവൻ അവരുടെ കൂട്ടത്തിലാണ്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതാണ് അസറുകളെ അതിൻ്റെതായ രൂപത്തിൽ പിൻപറ്റുക എന്നത്. സലഫുകൾ അഷ്ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, വലമ്മാ കാന സലഫു ഫിൽ ഖുറൂനിൽ മുഫദ്ദലതി മുഹാസിരീന ലിൽ ബിദഇ ലാ യസ്മഹു വലാ യസ്മഹൂന ബിശൈഇൻ മിൻഹാ കാനത്തിൽ ഖുറൂനുൽ മുഫദ്ദലതു അൻഖാ ഉസൂലിൽ ഉമ്മ. അഷ്ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, സലഫുകൾ ആ മുഫദ്ദലായിട്ടുള്ള കാലഘട്ടം 3 നൂറ്റാണ്ടുണ്ടല്ലോ, ആ 3 നൂറ്റാണ്ടിലെ സലഫുകൾ അവരെന്ത് ചെയ്തു? കുറച്ച് നേരം ഉണ്ടാവും, കുഴപ്പമുണ്ടാവും, ആർക്കാണ് തിരക്കുള്ള അവർക്ക് പോകാം. സലഫുകൾ 3 നൂറ്റാണ്ടിലെ സലഫുകൾ അവരെന്ത് ചെയ്തു? അവര് ബിദ്അത്തിനെ മൊത്തം ചുറ്റി വരിഞ്ഞിരുന്നു, ചെറുതാട്ടെ വലുതാട്ടെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നു? പിടിച്ച് ചുറ്റി വരിഞ്ഞിരുന്നു. അതിനാൽ തന്നെ അവരെന്തായി? ഏറ്റവും ശുദ്ധമായ കാലഘട്ടമായി മാറി. അവരെന്തായി? ഏറ്റവും ശുദ്ധമായ കാലഘട്ടമായി മാറി. അതുകൊണ്ടാണ് ശുദ്ധമായ കാലഘട്ടമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ ഉമ്മത്താണ്, എന്റെ കൗമാണ് എന്ത് ഏറ്റവും കൂടുതൽ നല്ലത്, അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞ ആ കൗമ നന്നാവാനുള്ള കാരണം എന്താണ്? അവരെന്ത് ചെയ്തിരുന്നു? അവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറുത് വന്നാൽ അപ്പൊ അതിനെ തടുക്കും, അവരനുവദിക്കൂല.
അവരതിനെ ഹജ്ർ ചെയ്യും. അതിനെതിരെ അവരെന്ത് ചെയ്യും? വലിയൊരു യുദ്ധം തന്നെ ചിലപ്പോൾ നടത്തും. ഒരു കുഞ്ഞു വിദാർത്ഥി ഉണ്ടാകാൻ എന്ത് ചെയ്യും? അടിച്ച് തല പൊട്ടിച്ചവരുണ്ട്. അതുപോലെ നാട് കടത്തിയവരുണ്ട്. ഒരിക്കലും അവരോട് മിണ്ടാതിരുന്നവരുണ്ട്. ഒരു ബന്ധവും അവരോട് പ്രകടിപ്പിക്കാത്തവരുണ്ട്. പന്നികളും കുരങ്ങുകളുമാണ് എന്റെ അടുത്ത് ഇവരിയ്ക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് പറഞ്ഞവരുണ്ട്. മനസ്സിലാവുണ്ടോ? പന്നിന്റെയും കുരങ്ങിന്റെ അടുത്തിരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും, പക്ഷെ ഇവരെടുത്തിരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കൂല. ജൂതന്റെയും ക്രിസ്ത്യാനിന്റെ അടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കും, പക്ഷെ ഇവരെടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കൂല. അതുപോലെ എന്റെ മകൻ ഒരു ജാനിയുടെ അടുത്ത് നിന്ന് വരുന്നതാണ്, ഒരു വ്യഭിചാരിണിയുടെ അടുത്ത് വരുന്നതാണ് എനിക്ക് വിദാത്താരുടെ അടുത്ത് നിന്ന് വരുന്നതിനേക്കാൾ ഇഷ്ടം എന്ന് പറഞ്ഞവരുണ്ട്. എന്താണ്? അവർ അത്രയും അതിനെ പ്രതിരോധിച്ചു. ചെറുതെങ്കിൽ ചെറുത് തന്നെ. നല്ല വിദാത്ത് തുടങ്ങിയത് ചെറുതിലാണ്, കാണുമ്പോൾ ചെറുതായിരുന്നു. ഷിയാക്കളെ തുടക്കം എവിടെ നിന്നാണ്? അലി റളിയല്ലാഹു അൻഹു വളരെ നല്ല മനുഷ്യനാണ്. ഉസ്മാനേക്കാൾ കുറച്ചുകൂടെ പദവി ആർക്കുണ്ട്? അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇതാണ് ആ തുടക്കം. അന്ന് അവരെന്ത് ചെയ്തു? ഇത് പറഞ്ഞവരെ ഷിയാക്കൾ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇന്ന് നമ്മളെ നാട്ടില് അലി റളിയല്ലാഹു അൻഹു അത്യാവശ്യം ഒന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത്, ഒരാള് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ കൂട്ടത്തിലുള്ള ഒരാള്, അതിൽ ഒരു സംശയമില്ലാത്ത കറ കളഞ്ഞൊരാൾ, അയാള് എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അലി റളിയല്ലാഹു അൻഹു ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉഷാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ബിദഅത്ത് ആളെ കയ്യിലില്ല, വേറൊരു പ്രശ്നം ആൾക്കില്ല. ആളിത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളാളെന്ത് ചെയ്യും? നമ്മള് ചിലപ്പോ എന്ത് ചെയ്യും? ഇതേപോലെ തഹ്‌ദീർ ചെയ്യും. ഇവരെന്ത് ചെയ്യും? വാർമക്കികളും അത് ഒരു പ്രശ്നമല്ല, അത് ചേർത്തില്ല, അങ്ങനെ കണ്ടി വരും. മനസ്സിലാവുന്നു? എന്നാൽ നമ്മളുടെ സലഫുകൾ എങ്ങനായിരുന്നു? ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇയാളെ എന്ത് ചെയ്യും? ഷിയാക്കളിൽ ഉൾപ്പെടുത്തും. ഷിയാക്കളുടെ സ്വാധീനമുള്ള ആളാണെന്ന് രേഖപ്പെടുത്തും. അത് ഇന്നത്തെ കാലഘട്ടം വരെ അത് വായിക്കുമാർ അവരെ എന്ത് ചെയ്തു? കിതാബുകളിൽ രേഖപ്പെടുത്തും. അപ്പോ അതിനെ വരെ അവരെന്ത് ചെയ്തിരുന്നു? സൂക്ഷ്മതയോടെ കണ്ടിരുന്നു. അപ്പൊ തന്നെ എതിർക്കും. മനസ്സിലായോ? അതിന്റെ അർത്ഥം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോശം എന്ന് പറഞ്ഞതല്ല കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോശം എന്ന് പറഞ്ഞവരല്ല, മറിച്ച് അലി റളിയല്ലാഹു അൻഹു ദർജ കൂടുതൽ വന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറയുകയാണെന്ത്? ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, അന്ന് അവര് അത്രയും മഹ്സൂർ സംരക്ഷിച്ചിരുന്നു, ചുരുക്കി കെട്ടിയിരുന്നു. ഒരു ബിദഅത്തിനെ പോലും ഇങ്ങോട്ട് കടത്താൻ അനുവദിക്കുമായിരുന്നില്ല. എന്നാലോ പിന്നെ ഫിത്നകൾ കടന്നു വന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്ന അവസാന കാലഘട്ടമായപ്പോൾ എന്തായി? അവരില് വളരെ കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു? അതിനെ ഏറ്റുപിടിച്ചു. വളരെ കുറച്ച് ആൾക്കാരെന്തുള്ളൂ പിന്നെ ഇതിനെ സ്വീകരിക്കുകയും ഇതിന്റെ നിലപാടിനെ ഇതേ നിലപാടിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തത്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഖൗമിനെ കൊണ്ടുവരും. ഈ ദീനിനെ സംരക്ഷിക്കുന്ന, അഹ്ലുസുന്നനെ സംരക്ഷിക്കുന്ന ഒരു ഖൗമിനെ കൊണ്ടുവരും. അള്ളാഹു എന്ത് ചെയ്യില്ല? അവന്റെ ദീനിനെ എന്ത് ചെയ്യില്ല? പാഴാക്കി കളയുക. ഫലാ യുദയ്യിഉ അല്ലാഹു ദീനഹു. അള്ളാഹു അവന്റെ ദീനിനെ പാഴാക്കി കളയില്ല. ലകിൻ നഹ്നു അല്ലദീന നദിഉ ഇദാ ദയ്യഅനാ ദീനന. പക്ഷെ നമ്മളാണ് നമ്മളുടെ ദീനിനെ കളഞ്ഞാൽ പാഴായി പോകുന്നവർ. അതിനാൽ അത് സൂക്ഷിക്കണം. വതമാലഅനാ മഅൽ മുബ്തദിഅ. മുബ്തദിഅകളുടെ കൂടെ ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ അവരോട് ചാഞ്ഞാൽ, ചില ആളുകളുടെ സംസാരം നമ്മളതിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കുറച്ചെടുക്കും. അപ്പോ ബിദഅത്തുകാരുടെ കൂടെ ചേർന്നാൽ നമ്മളെന്താണ്? നമുക്കാണ് കുഴപ്പം വരാനുള്ള. ആർക്കെങ്കിലും പോകാണെങ്കിൽ പോകണം. അപ്പോ ദീൻ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അപ്പൊ ഇനി വേറൊരു സ്ഥലത്ത് അദ്ദേഹം പറയാണ്, ശൈഖ് നമ്മളുടെ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇത് പല സ്ഥലങ്ങളിൽ നിന്നെടുത്ത് വായിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ സമയം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും. അദ്ദേഹം പറയുന്നു, ഫൻദുർ റഹിമകല്ലാഹ്, നീ നോക്ക്, അല്ലാഹു നിനക്ക് റഹ്മത്ത് തരട്ടെ. കുല്ലമൻ സമിഅത കലാമഹു മിൻ അഹ്ലി ജമാനിക ഖാസതൻ. നോക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസാരം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഓഡിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൻദുർ റഹിമകല്ലാഹ്, നീ നോക്കണം. കുല്ലമൻ സമിഅത കലാമഹു മിൻ അഹ്ലി ജമാനിക ഖാസ. നീ ആരുടെയൊക്കെ കലാം നീ കേട്ടോ, ആരിൽ നമുക്ക് എന്തൊക്കെ സംസാരം നീ കേട്ടോ, നീ നോക്കണം. മിൻ അഹ്ലി ജമാനിക ഖാസ, നിന്റെ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകിച്ച് നിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ സംസാരം നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഫലാ തഅജലന്ന, നീ അതിലേക്ക് ധൃതിപ്പെടരുത്, അതിലേക്ക് ചാടി മറിഞ്ഞ അതിലേക്ക് വീഴരുത്.
അത് കേട്ട മാത്രമേ നീ എന്ത് ചെയ്ത് അതിൽ ചാടി വീഴരുത്. വലാ തദ്ഖുലന്ന ഫീ ശൈഇൻ മിൻഹു, അതിലൊന്നിനെ കുറിച്ചും അതിലൊന്നിൽ പോലും നീ പ്രവേശിക്കരുത്. ഹത്താ തസ്അല വതൻദുർ, നീ ചോദിക്കുകയും നോക്കുകയും ചെയ്തിട്ടല്ല, ചോദിച്ച് പഠിച്ചിട്ടല്ലാതെ. ഹൽ തകല്ലമ ഫീഹി അഹദുൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറഞ്ഞ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? ഔ അഹദുൻ മിനൽ ഉലമാ, അതിൽ ഉലമാക്കളിൽപ്പെട്ട ആരാണ് ഈ പറയുന്നത്? അശേഖ് അൽ ഇമാം ബർബഹാരി പറയാണ്, ഉലമാക്കളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണ്, പോകാനുള്ളവരൊക്കെ പോയിക്കോ, ആരെങ്കിലും ഇരിക്കാനുള്ളവർ മാത്രം ഇരുന്നാൽ മതി. പക്ഷെ അവർ ശ്രദ്ധിച്ചിരിക്കും. ആരെങ്കിലും സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇത് ഈ വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ഈ ഖായിദാണെങ്കിൽ ഖായിദ, ഈ സംസാരമാണെങ്കിൽ സംസാരം, ഈ ഒരു അഭിപ്രായമാണെങ്കിൽ അഭിപ്രായം. പിന്നെയോ ഫഇൻ അസബ്ത ഫീഹി അസറൻ, നിനക്കിനി അതിലൊരു അസർ കണ്ടെത്താൻ സാധിച്ചാൽ, അതിലെന്തുണ്ട്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ, അതായത് ഈ ഖുറൂൽ മുഫദ്ദലയിലുള്ള ആളുകൾ, ഇവർ അഭിപ്രായക്കാരാണ് എന്ന് നീ കണ്ടാൽ ഫതമസ്തക് ബിഹി, അപ്പൊ നീ അതിനെ മുറുകെ പിടിച്ചു. ഈ വർത്താനത്തിന് ഈ 3 നൂറ്റാണ്ടിലുള്ള ഉലമാക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെ മുറുകെ പിടിക്കുക. വലാ തുജാവിസു ലിശൈ, അങ്ങനെ ഈ 3 നൂറ്റാണ്ടുകാർ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ കാലത്തുള്ള ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ നീ എന്ത് ചെയ്യരുത്, വേറൊരു കാര്യം കൊണ്ട് നീ മറികടക്കരുത്. ഇതിലാണ്ടോ? കാരണം ഇവർ പറഞ്ഞതോ അവർ പറഞ്ഞോ ഒന്ന് തന്നെ എങ്കിൽ പിന്നെ നീ വേറൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയരുത്. വലാ തഖ്തർ അലൈഹി ഷൈഅൻ, അതിനെതിരായിട്ട് അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു അഭിപ്രായം തെരഞ്ഞെടുക്കുകയും ചെയ്യരുത്. ഫതസ്ഖുത, നീ നരകത്തിൽ പോകും. അങ്ങനെ ചെയ്താൽ നീ നരകത്തിൽ പോകും. ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, ഈ സംസാരം എന്താണ് നമുക്ക് പറയേണ്ട, നമുക്ക് വിശദീകരിക്കേണ്ടാത്തത്ര വ്യക്തമാണ്. എന്തായാലും ഷേഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം പറയുകയാണ് ലാ തസ്തഅജിൽ ഫീമാ തസ്മഉ മിനൻ നാസി ഖുസൂസൻ ഇൻദ തഅഖുരി സമാൻ. ഷേഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹു പറയുന്നു, നീ എന്ത് ചെയ്യരുത്, നീ ജനങ്ങളിൽ കേൾക്കുന്നതിലൊക്കെ നീ ധൃതി പിടിച്ചു പോകരുത്. ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നതൊക്കെ നീ ധൃതി പിടിച്ചു പോകരുത്. പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടത്തിൽ. അവസാന കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും പറയാൻ. അതുപോലെ തന്നെ ഇൽമ്, ഞാൻ ആലിമാണെന്ന് പറയാനും, അതുപോലെ തന്നെ ഫത്വ കൊടുക്കാനും, അതുപോലെ പിന്നെ പ്രസംഗിക്കാനും കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ വസായിൽ, ഈ മീഡിയകളൊക്കെ, യൂട്യൂബും ചാനലും ഒക്കെ ഇപ്പൊ എന്താണ്, യൂട്യൂബിൽ വന്നവരാണ് ആര്? മുഫ്തിയും ആലിമും. യൂട്യൂബിൽ വന്നാലും എന്തായി? അശ്ശൈഖുൽ ആലിമുൽ അല്ലാമ ഫഖീഹുസ് സമാൻ, പിന്നെന്താണ്? അൽ ഇമാം. യൂട്യൂബിൽ ചാനൽ ഇല്ലാത്തവനോ ഒരു വിദ്യാർത്ഥി, പൊട്ടിത്തെറിച്ച വിദ്യാർത്ഥി. അപ്പോ വീഡിയോ എടുക്കാത്തവൻ എന്തായി? അവന് വിദ്യാർത്ഥി പോലാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതില് വീഡിയോ എടുക്കുന്ന യൂട്യൂബിലൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ മാഷാ അല്ലാഹ് ഷെയ്ഖ് ആലിം, അങ്ങനെ പറയപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഈ ഉള്ളത്. ദീനിന്റെ ഇൽമിന്റെയും പേരിൽ തൊള്ളയെ തോന്നിയൊക്കെ പറയുന്ന സമയത്താണ് നീ ഇപ്പോൾ ഉള്ളത്. حتى أهل الضلال والفرق الضالة والمنحرفة صاروا يتكلمون باسم الدين الآن في الفضائيات. ചാനലുകളിലൊക്കെ ഡിഷിലൊക്കെ എന്താണ്, ബാത്തിലിന്റെ ആളുകൾ സംസാരിക്കുന്ന കാലഘട്ടത്തിലാണ് നീ ഉള്ളത്. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതിനേക്കാൾ എത്രയോ ഭയങ്കരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. فالخطر عظيم جدا عظيم جدا, അപ്പൊ അപകടം വളരെ കടുത്തതാണ്. فعليك أيها المسلم, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറയാണ്, فعليك أيها المسلم, മുസ്ലിമേ നിനക്ക് നിർബന്ധമാണ്. വതാലിബുൽ ഇൽം, അതുപോലെ താലിബുൽ ഇൽമേ നിനക്ക് നിർബന്ധമാണ്. ബിദ്ദാത്ത്, പ്രത്യേകിച്ച് താലിബുൽ ഇൽം. അൻ തതസബ്ബത, നീ സ്ഥിരപ്പെടുത്തണം, സ്ഥിരീകരിക്കണം. വലാ തസ്തഅജിൽ, നീ ധൃതിപ്പെടരുത്. മഅ കുല്ലി മാ തസ്മഉ, നീ കേൾക്കുന്നതൊക്കെ അങ്ങനെ അങ്ങോട്ട് പിൻപറ്റരുത്. അലൈക ബിത്തസബ്ബുത്, നീ സ്ഥിരീകരിക്കണം ഇതാരാണ്. വമഅരിഫതി മനില്ലദീ ഖാല ഹാദാ, നീ അറിയണം
എന്ത് ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞെന്ന് നേരാണ്. ഈ ബർമക്കി എന്ന് പറഞ്ഞ പേരെന്താ നിങ്ങൾക്കറിയാം? ഞാൻ ബർബഹാരി ആരാണെന്ന് പറഞ്ഞല്ലോ. ഇനി ബർമക്കി ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? ബർമക്കി എന്ന് പറഞ്ഞ ഒരാള് ജീവിച്ചിരിക്കുന്ന, ബർമക്കി എന്ന് പറഞ്ഞ ഒരു നിസ്ബണ്ട്, ഒരു കുടുംബ പേരുണ്ടാവും. പക്ഷെ ബർമക്കി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട, നമ്മളീ പറഞ്ഞുകൊടുക്കുന്ന ബർമക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഊരും പേരുമില്ലാത്ത കത്തെഴുതുന്ന, അറബിയിൽ കത്തെഴുതുന്ന ഒരാളായിരുന്നു. എന്ത് ബർമക്കി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കത്തുകളുണ്ടായിരുന്നത്. മനസ്സിലായി? അതിന്റെ കാരണത്താലാണ് അവർ ബർമക്കി എന്ന് വിളിക്കുന്നത്. ഊരും പേരില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത കത്ത്. അപ്പൊ ബർമക്കി ആയിട്ടുള്ള ഒരാളുടെ എഴുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ബർമക്കി എന്ന് പറഞ്ഞ എഴുത്ത് നമ്മൾക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഷെയ്ഖ് സാലിഹ് റഹ്മത്തുള്ളാഹി പറയാണ്, അലൈക ബിത്തസബ്ബുത്, നീ അത് വസ്തുത വെച്ച് നോക്കണം. വമഅരിഫതു മനില്ലദീ ഖാല ഹാദാ, ഇത് ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്, ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് നീ അറിയണം. അത് നിനക്ക് നിർബന്ധമാണ്. വമിൻ ഐന ജാ ഹാദൽ ഫിക്ർ, ഇത് എവിടുന്ന് ഇതിന്റെ അസ്ൽ, ഇത് എവിടുന്ന് വന്നതാണ്, ഈ ഫിക്ർ എവിടുന്നാണ്, ഈ ചിന്താഗതി എവിടുന്നാണ്. സുമ മാഹിയ മുസ്തനദാത്തു, പിന്നെ ഇതിന്റെ തെളിവുകൾ എന്താണ്? അദില്ലത്തു മിനൽ കിതാബി വസ്സുന്ന, കിതാബിനും സുന്നത്തിനും തെളിവെന്താണ്? നമ്മളുടെ അഖൂന ഉസ്മാൻ ഹഫിളഹുല്ലാഹ് എത്ര പ്രാവശ്യമാണ് ചോദിച്ചത് ഇത്തരത്തിൽ വിവരം കെട്ട ആളുകൾ എഴുതുന്ന എഴുത്തുകൾ, വിവരം കെട്ടതും അതുപോലെ അറിയപ്പെടാത്തതുമായ ആളുകൾ എഴുതുന്ന എഴുത്തുകളുടെ എന്താണ് ഇതിന്റെ തെളിവ്? നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നതല്ലാതെ മഞ്ചേരികൾ ഇങ്ങനെ പറയുന്നു, മഞ്ചേരിക്കാർ ഇങ്ങനെ പറയുന്നു, ഇത് സലഫുകളുടെ അഭിപ്രായത്തിന് നേരെ എതിരാണ്. ഇമാം ആജുരി റഹ്മത്തുള്ളാഹി പറയുന്നത് കേൾക്കൂ, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നത് കേൾക്കൂ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുന്നത് കേൾക്കൂ, ഇമാം അല്ലാലക്കായി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത് കേൾക്കൂ. ഇതൊക്കെ എന്താണ്? ആർക്കെതിരാണ്? മഞ്ചേരിക്കാർക്കെതിരാണ് എന്ന് പറയുന്ന ഒരു സംസാരം നമുക്കതിൽ കാണാൻ പറ്റില്ല, നമുക്കതിൽ കാണാൻ കഴിയുകയില്ല. നഅം മിൻ ഐന തഅല്ലമ സാഹിബുഹു, അടുത്ത ചോദ്യമാണ് ശൈഖ് ചോദിക്കുകയാണ്. സുമ്മ ഐന തഅല്ലമ സാഹിബുഹു, എവിടെന്നാണ് ഈ വർത്താനക്കാരൻ പഠിച്ചത്? ആളാരാണെന്ന് അറിഞ്ഞാൽ പോരാ, ആളാരാണെന്ന് അറിഞ്ഞാൽ പോരാ, പിന്നെന്ത് വേണം? ഇവൻ എവിടുന്ന പഠിച്ചത്? അതായത് പിന്നെ ആളെ വാപ്പാനെ അറിഞ്ഞാൽ പോരാ, ആളെ വാപ്പാടെ 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 എന്ന് അറിയണം. മനസ്സിലാവുണ്ടോ? ഇയാൾ എവിടുന്ന പഠിച്ചത്? വഅമ്മൻ അഖദൽ ഇൽമ, ഇൽമ ആയിരുന്നാണ് എടുത്തത്. അപ്പോ ഇനിയിപ്പോ എഴുത്തുകാരൻ പോട്ടെ, മുഹ്സിൻ അയ്ദീദാട്ടെ, അതുപോലെ തന്നെ നിയാബ് ഖാലിദാട്ടെ, ഒന്ന് ചോദിച്ചു നോക്കുക എവിടെ നിന്നാണ് ഇൽമെടുത്തത്, എന്തിനാണ് ഇൽമെടുത്തത്, എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടും. ഫഹാദിഹി ഉമൂറുൻ തഹ്താജു ഇലാ തഹബ്ബുസ്, ഇത്തരം കാര്യങ്ങൾ അറിയൽ എന്താണ്? ആവശ്യമാണ്, ഓരോരുത്തരുടെ ആവശ്യമാണ്. ഖുസൂസൻ ഫി ഹാദൽ സമാൻ, ഈ സമാനിൽ, ഈ കാലഘട്ടത്തിൽ. فما كل قائل حتى ولو كان فصيحا بليغا ويشقق الكلام ويأخذ بالأسماع لا تغتر به, അതിന് അയാൾ ഭയങ്കര സംസാരിക്കാൻ അറിയുന്ന, അങ്ങനെ ആക്കാൻ അറിയുന്ന ഭയങ്കര ഫസീഹായിട്ട് ആളാണെങ്കിൽ പോലും എന്ത് ചെയ്ത് നീ എന്ത് ചെയ്യരുത്? അതിൽ വീണ് പോരുത്. ചോദിക്കണത് ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ഈ കലാം ആരെന്നാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അസ്ലെവിടെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരൊക്കെ നേരെ അസ്ലിലേക്ക് മടങ്ങണം. മടങ്ങുമ്പോൾ നമുക്ക് കാണാം എവിടേക്കാണ് മടങ്ങുന്നത്? ബർമക്കികൾ അതിന് അതേപോലെ തന്നെ പിന്തുടർന്നു. ബർമക്കി എന്ത് ചെയ്തു? രഹസ്യമായിട്ട് പേരില്ലാതെ എഴുതി. മുഹ്സിൻ അയ്ദീദും ആളുകൾ എന്ത് ചെയ്തു? രഹസ്യമായിട്ട് എഴുതി. ബർമക്കികൾ എന്തൊക്കെ വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു, വിഷയങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു, അത് ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഏത് സാധനം ചെയ്യില്ല, ഇപ്പൊ ഒരു കമ്പനി, അമേരിക്കയിലൊരു കമ്പനി ഉണ്ടെന്ന്, ആ കമ്പനി പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യില്ല, കേരളത്തിൽ കൊണ്ടില്ല. പിന്നെന്താണ് ഇവിടെ ചെലവാകുന്നതാണ് എന്ത് ചെയ്യുക? ബുദ്ധിയുള്ളവനെ ചെലവാക്കുക. അതേപോലെ ബർമക്ക് എഴുതിയ എല്ലാം ഇവിടെ കൊണ്ടുവന്നാലും എന്താവും? ഇവരുടെ വിഷയങ്ങൾ ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ആലിമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിൽക്കും. മനസ്സിലാവുണ്ടോ? ഇനി ഇവിടുത്തെ നാട്ടിലത്തെ ബർമക്കികളെന്ന അവസ്ഥ നോക്ക്. തഹ്സബുഹും ജമീഅൻ, നമ്മളൊക്കെ വിചാരിച്ചത് ഇവരെന്താണ്? ഒറ്റക്കെട്ടാണെന്നാണ്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ എന്താണ്? ഭിന്നിച്ചതാണ്. ഇപ്പൊ ഇനി മുഹ്സിനും അതുപോലെ തന്നെ നിയാബും സാജിദിനൊക്കെ എടുത്തു നോക്ക്. മുഹ്സിനെ നിയാബിനെയും പോലെ സാജിദിനെ കാണാൻ പറ്റില്ല. അപ്പോ പല വ്യത്യാസങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് കാണാം. മുഹ്സിന്റെ നിയാബിന്റെയും പരിപാടിക്ക് അനൗൺസ്മെന്റ് നടത്താൻ പോകുന്ന അനൗൺസ്മെന്റുകാരുണ്ട്, നസീം അലി എന്നോട് പറഞ്ഞ, നേരിട്ട് പറഞ്ഞ എന്താണെന്ന്, മുസ്ലിംകൊക്കെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്, ഖദർ കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. മനസ്സിലാകുന്നു? നമ്മളെന്താ വിചാരിച്ചത്? തഹ്സബുഹും ജമീഅ,
അവരൊക്കെ ഒന്നാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഖുലൂബുഹും ശത്ത, അവരുടെ ഹൃദയങ്ങൾ വ്യത്യസ്തമാണ്. ഞാനിങ്ങനെ നീണ്ട് സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് പാർട്ടികളാക്കി നമുക്ക് ഇറക്കാം. പക്ഷേ കുറെ കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഇമാം ബർബാരി റഹ്മത്തുള്ളാഹിന്റെ ഈ കിതാബ് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞതാണ്. അപ്പോ ആളുകൾക്ക് ആലിമാണ്, മുഫക്കിറാണ് എന്നൊക്കെ പറയും. പക്ഷേ എന്താണ് അതിൽ നീ വീണു പോകരുത്. ആളുകളുടെ സംസാരത്തിന് എന്തുണ്ട്? ചില പ്രത്യേകതകളുണ്ട്. ആളുകളുടെ സംസാരത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒരേ കാര്യത്തെ ഒരേ ആൾ തന്നെ വളരെ നന്നാക്കി സംസാരിച്ചാൽ ആളുകൾ അതിൽ വീഴുകയും, വളരെ മോശമാക്കി അതേ ആൾ തന്നെ സംസാരിച്ചാൽ അതേ ആളുകൾ അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. കാര്യത്തിനോ ആൾക്കോ ഒന്നും മാറ്റം വന്നിട്ടുണ്ടാവില്ല, മറിച്ച് സംസാര ശൈലിയിൽ മാത്രം. എന്നിട്ട് അദ്ദേഹം പറയുകയാണെന്ത്, പിന്നെ തേനീച്ചടൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട് എന്താണ്, ഇത് എന്താണ് തേനീച്ചയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന മരുന്നാണെന്ന് പറഞ്ഞാൽ തേൻ എന്താണ് ഉഷാറ. എന്നാൽ അതേ തേനെ തന്നെ നീ എന്താണ് തേനീച്ച ഛർദ്ദിച്ചു വെക്കുന്നതാണത്. മനസ്സിലാവണം. ചില വണ്ടുകൾ ഛർദ്ദിക്കുന്നതാണെന്ന് പറഞ്ഞാലോ മനസ്സിലാവുന്നു. തേനീച്ച എന്ന് പറയുന്ന ആ ജീവിയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന ഒരു നല്ല പാനീയമാണ് തേനെന്ന് പറഞ്ഞാൽ നല്ല. നേരെ മറിച്ച് പറയുകയാണെന്ത്, ചില വണ്ടുകളുടെ വിസർജ്യമാണ്, അല്ലെങ്കിൽ ചില വണ്ടുകളുടെ ഛർദിയാണെന്ന് പറഞ്ഞാലോ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവം ശരിയാണ്. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടാവോ? ഇല്ല. അപ്പോ അദ്ദേഹം പറയാണ്, ആര്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ആരുടെ വാക്കെടുത്തിട്ട്? ഇമാം ബർബഹാരിന്റെ വാക്കെടുത്തിട്ട്. എന്താണ് സമയം പറയും, നമുക്ക് പോണെങ്കിൽ പോകട്ടെ, അതല്ലെങ്കിൽ പിന്നൊക്കെ മാറ്റി വെക്കണോ? അല്ല. അപ്പോ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കെടുത്തിട്ട് പറയാണ്, ഫൻദുർ റഹിമക്കല്ലാഹ്, ഇമാം ബർബഹാരി പറഞ്ഞു, മൻ സമിഅത കലാമഹു മിൻ അഹ്ലി സമാനിക ഖാസ്സ വലാ തഅജലൻ. നിന്റെ സമാനിൽ, നിന്റെ കാലഘട്ടത്തിൽ, ഇമാം ബർബഹാരി എഴുതുന്ന കാലഘട്ടത്തിനെ കുറിച്ചും മറ്റും അതിന് ശേഷം വരുന്ന ആളുകൾക്കൊക്കെ വേണ്ടി എഴുതാണ്. നിന്റെ കാലഘട്ടത്തിൽ നീ പ്രത്യേകിച്ച് നോക്കണം, ആരാണിത് പറഞ്ഞത്, എന്താണിത് പറഞ്ഞതൊക്കെ. എന്നിട്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ഹാദാ ഫി വഖ്തിൽ മുഅല്ലിഫ്, ഇത് ഇമാം ബർബഹാരിന്റെ കാലത്ത് എഴുതിയതാണ്. ആ അഹ്ലുജമാൻ എന്നാണ് പറഞ്ഞത്, ആ കാലഘട്ടക്കാരനാണ് പറഞ്ഞത്. വൽ മുഅല്ലിഫു യകാദു യകൂൻ മുആസിറൻ ലിൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദിന്റെ കാലത്തിന് അടുത്താണ് ആര്, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി. എന്തുകൊണ്ടെന്നാൽ ഇമാം അഹ്മദിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ് ആര്, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി. ഈ സംസാരം പറഞ്ഞ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ നമ്മളുടെ കാലത്ത് എന്ത് പറയണം? അയ്നഹു മിൻ അസ്രിനൽ ആൻ, നമ്മളുടെ ഇന്നത്തെ കാലത്തിൽ നിന്ന് അദ്ദേഹം എവിടെയാണ് എന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത്. എന്ത്? നിന്റെ കാലഘട്ടക്കാരെ കുറിച്ച്. അപ്പോ അസ്റുൽ അഹ്വാഇ വ അസ്റുൽ ജഹൽ, ഹവകളുടെയും ജഹലിന്റെയും ഈ കാലഘട്ടം, അതിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം എത്രയോ വിദൂരത്താണ്. നീ എന്ത് ചെയ്യണം? നീ നോക്കണം. ശൈഖ് പറയാൻ, ലാ തഅജൽ ഫീഹി ഹത്താ തൻദുർ, നീ നോക്കാതെ എടുക്കരുത്. അത് കിതാബിനും സുന്നത്തിനും തട്ടിച്ചു നോക്കണം. ഫഹ്മു സലഫില് തട്ടിച്ചു നോക്കണം. ആരാണ് ഈ പറഞ്ഞ ആള്, ഫഖീഹാണോ അതല്ലേ? അതുപോലെ തന്നെ അഹ്ലുൽ ഇൽമിനോട് ചോദിക്കണം. അതുപോലെ തന്നെ ഹൽ ഖാല വഹദു മിന സലഫി, സലഫുകളിൽപ്പെട്ട സാലിഹ്യങ്ങളിൽപ്പെട്ട ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ നോക്കണം. ഇന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതായത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ചേരിക്കാരുടെ കുറ്റം എന്താണെന്നറിയോ? ഇവര് കുറെ അസർ ഇങ്ങനെ കൊണ്ടുവരും, അസറുകൾ കൊണ്ടുവരും. അതായത് മുൻഗാമികളുടെ വാക്കുകൾ ഇങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് അത് അവർക്ക് തോന്നിയ പോലെ അങ്ങോട്ട് പറയും. എന്നാൽ നമ്മൾ ഇപ്പൊ ഇത്രയും നേരം സംസാരത്തിൽ എനിക്ക് എന്താ മനസ്സിലായത്? എന്താണോ ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് അതിന്റെ നേരെ ട്രാൻസ്ലേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് എന്താണോ അതിന്റെ നേരെ ട്രാൻസ്ലേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. നമ്മളെന്താ പറഞ്ഞത്? ഇമാം ബർബഹാരി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മളെങ്ങനെ ആവണമെന്നാ പറഞ്ഞത്. ഇമാം ബർബഹാരി ഇങ്ങനെ പറഞ്ഞു, ബർമക്കികൾ അങ്ങനല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരി. ഇനിയോ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണെന്ത്, ഈ വാക്കിന്റെ തന്നെ വിശദീകരണമായി അവസാനം പറഞ്ഞല്ലോ, നീ നരകത്തിൽ വീഴുന്നു പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? നീ സത്യത്തിന്റെ, ജന്നത്തിന്റെ പാതയാണ് ചെയ്തത്. ലഅന്നക ഖാലഫ്ത ത്വരീഖൽ ജന്ന, നീ സ്വർഗ്ഗത്തിന്റെ പാതയെ നീ അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങൾ ഇതാണ് എന്റെ പാത, നിങ്ങൾ അതിനെ പിന്തുടരണം. എന്ത്? അതല്ലാത്തതിനെ പിന്തുടരരുത്. അങ്ങനെ പിന്തുടർന്നാൽ നിങ്ങൾ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകും. എന്നിട്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത്, സബീലുല്ലാഹി
വാഹിദ്, സബീലുല്ലാഹി വാഹിദ്. അതൊരൊറ്റ പാതയാണ്, അത് ഒരൊറ്റ പാതയാണ്. ചില ആളുകൾക്ക് എന്താണ്, ഇത് വിശാലമായ പാതയാണ്. ഇതെന്താണ്, ഇത് വിശാലമാണ്. അബുൽ ഹസനിക്കും കയറാം, ആലിയൽ ഹലബിക്കും കയറാം, അതുപോലെ മിഷ്ഡങ്കാർക്കും കയറാം, അതുപോലെ ഇനി വേറെ ആരെങ്കിലും ടീമുണ്ടെങ്കിൽ കേരളമാർക്ക് കയറാൻ പറ്റുന്നവർ പറയുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനൊക്കെ കയറാം അങ്ങനൊക്കെ കയറാം എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്നയാണെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രകടമായിരിക്കുന്നു. ഇനി അടുത്തത് അദ്ദേഹം പറയാണ്, ആര്, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയാണെന്ത്, വഅലം, നീ അറിയണം, അന്നൽ ഖുറൂജ അന ത്വരീഖ് അലാ വജ്ഹൈൻ, രണ്ട് രൂപത്തിലാണ് യഥാർത്ഥ പാതയിൽ നിന്ന് വേറിട്ട് പോകൽ, രണ്ട് രൂപത്തിലാണ്. ഫറജുലുൻ ഖദ് സല്ല അനി ത്വരീഖ്, ഒരു മനുഷ്യൻ എന്താണ്, അവൻ ആ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണുപോയതാണ്, തെറ്റുപറ്റിപ്പോയതാണ്. വഹുവ ലാ യുരീദു ഇല്ലൽ ഖൈർ, അവൻ നന്മയല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. ഫലാ യുഖ്തദാ ബിസലലിഹി ഫഇന്നഹു ഹാലിക്, അവന്റെ തിന്മയെ നീ പിന്തുടരരുത്, പിന്തുടർന്നവൻ നശിച്ചവനാണ്. വറജുലുൻ, വേറൊരു മനുഷ്യനോ, ആനദൽ ഹഖ്, ഹക്കിനോടെതിരാണ്. വഖാലഫ മൻ കാന ഖബ്ലഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകളെ, മുൻകഴിഞ്ഞ മുത്തഖീങ്ങളെ ഒക്കെ എതിർത്തവനാണ് അവൻ. അവനെന്താണ്, ഫഹുവ ളാലുൻ മുദിൽ, അവനെന്താണ്, അവൻ ളാലാണ്, മുദിലാണ്, അവൻ പഴപ്പിക്കുന്നവനാണ്, പഴച്ചവനാണ്. ശൈത്താനുൻ മരീദ്, അവൻ പിന്നെ അതിരുകവിഞ്ഞ ശൈത്താനാണ്, അതിരുകവിഞ്ഞ ശൈത്താനാണ്. ഫിഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ശൈത്താനാണ്. ഹഖീഖുൻ അലാ മൻ അറഫഹു അൻ യുഹദ്ദിറ അന്നാസ മിൻഹു, ആളുകൾ അവനിൽ നിന്ന് തടയൽ എന്താണ്, നിർബന്ധം, അവനെ അറിഞ്ഞാൽ. വയുബയ്യിനു ലിന്നാസി ഖിസ്സതഹു, ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, അവന്റെ കഥ പറഞ്ഞു കൊടുക്കണം, അവന്റെ വൃത്തികെട്ട കഥ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. മഫ്ഹൂം യാ ഇഖ്വാൻ? അപ്പോ അഹ്ലുസുന്ന വൽ ജമാഅ എന്ത് ചെയ്യും, കഥ പറഞ്ഞു കൊടുക്കും, കഥ പറഞ്ഞു കൊടുക്കും. ഇതാര് പറഞ്ഞതാണ്, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്. സലഫു സ്വാലിഹുകൾ അഹ്ലുസുന്ന വൽ ജമാഅ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ സഹോദരൻ അബൂ ഇദ്രീസ് നൗഫൽ ഹഫിളഹുല്ലാഹ് സാജിദിനെ കുറിച്ച് ഒരു വ്യക്തമായ കഥ നമുക്ക് പറഞ്ഞു. എന്താണ് സാജിദ് എന്ന് ഏകദേശം എല്ലാവർക്കും അതിന് മനസ്സിലാവും. അത് കേൾക്കാത്തവരെന്ത് ചെയ്യാ, അത് കേൾക്കുക. എന്താണ് സാജിദ് എന്നതില് വ്യക്തം. ജനങ്ങൾക്ക് അവന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ ആരാ പറഞ്ഞത്, നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ കഥ പറയുന്നവർക്കറിയാം, ഇങ്ങനെ കഥ പറയുന്ന ഇവർക്കറിയാം. ഇമാം ബർബഹാരി പറഞ്ഞത് ഈ മഞ്ചേരിക്കാരനുസരിക്കും എന്നത് ഇവർക്കറിയാം. അപ്പൊ എന്താണ് ഇനി വഴി, ഒളിച്ചു നിൽക്കാൻ. ഇനിയെന്താ വഴി, ഒളിച്ചു നിൽക്കാൻ. ഞാൻ ചില ആളുകളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അവരതിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത്. ചില ആളുകൾ എന്താണ്, അവർ ദീന് മനസ്സിലാക്കിയതിനു ശേഷം, അറബി കോളേജുകളിൽ പഠിച്ചതിന് ശേഷം, ഖുത്ബകൾക്ക് പോയതിനു ശേഷം, പ്രസംഗങ്ങളുടെ മുന്നിൽ അവരിടപെട്ടതിന് ശേഷം പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്, പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളുണ്ട്. ആളുകളുടെ പേരുകളോ ഒന്നും വ്യക്താക്കുന്നില്ല, മറിച്ച് ഇക്കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്, അകലെ വിദൂരത്തുക്കൊന്നുമുണ്ട്, ഇക്കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ പ്രണയവും കല്യാണവും നടന്ന ആളുകളുണ്ട്. ഇതെന്തിനു വേണ്ടി പറയാണ്, ഇവരുടെ അവസ്ഥ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ആളെ പറഞ്ഞിട്ടില്ല. അവന്റെ ബിദ്അത്തിൽ ആരും പോയി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. എന്തിനാണിത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്, ഇവരുടെ ബിദ്അത്തിൽ പോയിട്ട് നീ നല്ല ആൾക്കാരല്ലേ നീ അരിച്ചിട്ട് കുറെ ആൾക്കാർ നടക്കണ്ടാവും, അവരോട് പറയണം ഇവർ നല്ല ആൾക്കാരൊന്നും അല്ല, മറിച്ച് ഇങ്ങനത്തെ ആൾക്കാരാണ്. അതിനുവേണ്ടി എന്നെ കിസ്സ പറയാൻ പറഞ്ഞത്. അങ്ങനെ ജനങ്ങൾ അവന്റെ ബിദ്അത്തിൽ പോയി വീണ്ടും നശിക്കാണ്ടിരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണം, അവന്റെ കഥ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അപ്പോ ഇവരെന്ത് ചെയ്തു, ഇവർ ഞാൻ ആരാന്ന് അറിഞ്ഞാല് എന്റെ കഥ എന്താവും, പാട്ടാവും. പിന്നെന്താ വഴി, ബർമക്കി എന്ന് പറയണം, അതല്ലെങ്കിൽ അബു അഫ്സ എന്ന് പറയണം, അതല്ലെങ്കിൽ വേറെ കുറെ ഇതേപോലെ തന്നെ അബുൽ ഹസൻ അൽ മാരിബിന്റെ കാലത്ത് ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഓരോ കള്ളപ്പേര് പറയണം, എന്നിട്ട് പേര് എഴുതണം, എന്നിട്ട് തൊള്ളേ തോന്നിയത് പറയണം. ഇനിയോ, അപ്പോ ഇതാണ് ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കൂട്ടം, രണ്ട് തരം, അല്ലെങ്കിൽ ഒരു തെറ്റെന്ന് പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉള്ളിൽ മനുഷ്യൻക്ക് സ്വാഭാവികമായ തെറ്റുകൾ പറ്റും, അവർക്ക് തിരുത്തി കൊടുക്കണം. അശേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മൻ ഖറജ ഗൈറു മുഅ്തമിദിൻ,
ഉദ്ദേശിക്കാതെ സുന്നത്തിന് അറിയാണ്ട് ഒരു കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയവൻ, ഖറജാന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാണ് തെറ്റുപറ്റുക, പുറത്തു പോകാന്ന് തെറ്റുപറ്റുക. ബൽ യുരീദുൽ ഖൈർ, ഖൈറാണ് അവൻ ഉദ്ദേശിച്ചത്. ലാകിന്നഹു സലക ത്വരീഖ ഗൈറുൽ ഖൈർ, പക്ഷെ അവൻ എന്ത് ചെയ്തു? ഖൈറല്ലാത്ത പാത അവൻ പിൻപറ്റിപ്പോയി. വൽ ഇജ്തിഹാദു ലാ യക്ഫി, അവിടെ ഇജ്തിഹാദിയാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായില്ല. വൈകാനത്ത് നിയ്യത്ത് സാഹിബിഹി സാലിഹ, അത് ചെയ്ത ആളുടെ ഉദ്ദേശം നന്മ ആയതുകൊണ്ട് കാര്യമില്ല. വമഖ്സദു അഹ്സൻ, അവന്റെ ഉദ്ദേശം നല്ലതാണെന്ന് ലാബുദ്ദ അൻ യകൂന മഅ ദാലിക അലാ ത്വരീഖി സ്വഹീഹ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അവൻ ഉദ്ദേശം നന്നായിരിക്കണം, പാതയും ശരിയായിരിക്കണം. ഈ ആളുകൾ എന്താണ്? തെറ്റിപ്പറ്റിപ്പോയ ആളുകളായിട്ടാണ് പറയുന്നത്. തെറ്റുപറ്റു, മനുഷ്യർക്ക് തെറ്റുപറ്റു. എന്നാൽ ആരാണോ ആ തെറ്റിൽ ഈ മനുഷ്യനെ പിന്തുടർന്നത്, ഈ തെറ്റിൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്നത്, ഈ മനുഷ്യന്റെ തെറ്റിയാൾക്ക് അറിയാം, അവൻ നശിച്ചവനാണ്. അവനാരാണ്? നശിച്ചവനാണ്.